നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ. 4 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പ് മൂലം ദുരിതത്തിലായി ചേലൂർ നിവാസികൾ. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വലിയ തോതിൽ ചെളിയും മണ്ണും ഒഴുകി റോഡിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കും എത്തിയതോടെയാണ് മേഖലയിലുള്ളവർ ദുരിതത്തിലായത്. മണ്ണെടുപ്പിന്റെ ദുരിതം പേറി മറ്റം തിരുവത്ര നിവാസികളും. ഗെയിൽ നിർമ്മാണ അധികൃതരുടെ അനാസ്ഥ. മഴ പെയ്തതോടെ കുന്നംകുളം കീഴൂരിൽ റോഡുകൾ ചളിക്കുളമായി. ഇതോടെ ഈ വഴിയുള്ള യാത്ര ദുസ്സഹമായി. പെരുമ്പിലാവ് സെന്ററിലും വെള്ളക്കെട്ട് രൂക്ഷം. ചൊവ്വലൂർ പടിയിൽ തോട് വൃത്തിയാക്കാൻ നഗരസഭ കൊണ്ടുവന്ന മണ്ണുമാന്തി യന്ത്രം വെള്ളത്തിൽ മുങ്ങി. അഗതിയൂർ ത്ലാറ്റ കുളത്തിന്റെ വശം ഇടിഞ്ഞു താഴ്ന്നു. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് ഗുരുവായൂർ താമരയൂർ EMS നഗറിൽ CPM പ്രവർത്തകൻ മാണിക്കത്ത് സിനീഷിനെ ക്രൂരമായി ആക്രമിച്ചു. ചുറ്റിക കൊണ്ടുള്ള ആക്രമണത്തിൽ തലയോട്ടിക്ക് ഗുരുതരമായി ക്ഷതമേറ്റ യുവാവ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. സംഭവത്തിൽ 6 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV നേതൃത്വത്തിൽ നടന്ന ബിസിനസ് മീറ്റ് ശ്രദ്ധേയം. 3 പതിറ്റാണ്ട് പിന്നിടുന്ന CCTVയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും സംഗമമാണ് നടത്തിയത്. വേലൂർ പാത്രമംഗലത്തെ വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. ബന്ധുവീട്ടിൽ വിരുന്നു വന്ന കുന്നംകുളം ചെറുവത്തൂർ സുനോജിന്റെ മകൻ 15 വയസ്സുള്ള അദ്വൈതാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. വേലൂർ പാത്രമംഗലത്തെ വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. കുന്നംകുളം ചെറുവത്താനി സ്വദേശി സുനോജിന്റെ മകൻ 15 വയസ്സുള്ള അദ്വൈതാണ് മരിച്ചത്. പാത്രമംഗലത്തിനടുത്ത ആദൂരിലുള്ള അമ്മയുടെ വീട്ടിൽ വിരുന്ന് വന്നതായിരുന്നു. കളിക്കുന്നതിനിടയിൽ കുളത്തിൽ വീണ പന്തെടുക്കാൻ ഇറങ്ങിയപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നുവെന്ന് പറയുന്നു. കുട്ടികൾ വിവരമറിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി കുട്ടിയെ മുങ്ങിയെടുത്തു. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അദ്വൈത്. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നദിക്കരകളിലും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഉയർന്ന തിരമാലകൾ കടലാക്രമണത്തിന് കാരണമായേക്കാവുന്നതിനാൽ മീൻപിടുത്തക്കാരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പ് മൂലം ദുരിതത്തിലായി ചേലൂർ നിവാസികൾ. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വലിയ തോതിൽ ചെളിയും മണ്ണും ഒഴുകി റോഡിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കും എത്തിയതോടെയാണ് മേഖലയിലുള്ളവർ ദുരിതത്തിലായത്. അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ച് ലോഡ് കണക്കിന് മണ്ണ് ഇതിനകം ഇവിടെ നിന്നും കടത്തിക്കഴിഞ്ഞു. പ്രദേശവാസികളുടെ എതിർപ്പിനെ മറികടന്ന് ദേശീയപാതയ്ക്ക് എന്ന പേരിലാണ് വ്യാപകമായി മണ്ണെടുപ്പ് നടത്തിവരുന്നത്. മണ്ണെടുപ്പ് ആരംഭിച്ചത് മുതൽ മേഖലയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. വലിയ ടോറസ് ലോറികളിൽ കൊണ്ടുപോകുന്ന മണ്ണ് വീണ് BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് പല ഭാഗങ്ങളിലും ചെളിക്കുളവും കൂടാതെ പൊടിശല്യവും രൂക്ഷമായിരുന്നു. റോഡ് നനയ്ക്കുന്നതിനാൽ റോഡിൽ വീണ മണ്ണും വെള്ളവും ചേർന്ന് ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മഴ പെയ്തു തുടങ്ങിയതോടെ പ്രദേശവാസികളുടെ ദുരിതം രൂക്ഷമായിരിക്കുകയാണ്. വ്യാപക മണ്ണെടുപ്പ് മൂലം വെള്ളം ഒഴുകിപ്പോരുന്ന നീർച്ചാലുകൾ ഇല്ലാതാകുകയും ഗതിമാറിയൊഴുകുന്ന വെള്ളവും മണ്ണും ചെളിയും റോഡിലേക്കും സമീപത്തെ വീട്ടുമുറ്റങ്ങളിലേക്കും എത്തുന്ന അവസ്ഥയാണ്. റോഡിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത വിധം നിറഞ്ഞ ചെളി നാട്ടുകാർ ഏറെ കഷ്ടപ്പെട്ടാണ് നീക്കം ചെയ്തത്. ആദ്യ മഴയിൽ തന്നെ ഇത്തരം ഒരു സാഹചര്യമുണ്ടായതിനാൽ മഴ കനക്കുന്നതോടെ ദുരിതം ഇരട്ടിക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ഇത്തരം ഒരു സാഹചര്യം ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും പഞ്ചായത്ത് അധികാരികളോ മറ്റു ഉദ്യോഗസ്ഥരോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും പ്രദേശവാസികൾക്കുണ്ട്. അധികാരികളുടെ ഒത്താശയോടെയാണ് മണ്ണെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ ഈ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുമോ എന്ന ആശങ്കയും പ്രദേശത്തുള്ളവർക്കുണ്ട്.
മണ്ണെടുപ്പിന്റെ ദുരിതം പേറി മറ്റം തിരുവത്ര നിവാസികൾ ദേശീയപാത നിർമ്മാണത്തിനായുള്ള മണ്ണെടുപ്പിന്റെ ഭാഗമായി റോഡിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കും മണ്ണും ചെളിയും ഒഴുകിയെത്തിയ നിലയിലാണ് തിരുവത്ര കോളനി റോഡ് നിവാസികൾ. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പൈനിത്തടം കുന്നിന്റെ ഒരു ഭാഗത്തു നിന്നാണ് വ്യാപകമായി മണ്ണെടുപ്പ് നടക്കുന്നത്. അശാസ്ത്രീയമായ വിധം മണ്ണെടുക്കുന്നതാണ് റോഡിലേക്കും പ്രദേശത്തെ വീട്ടുമുറ്റങ്ങളിലേക്കും ചെളിവെള്ളം വ്യാപകമായി എത്തുവാൻ കാരണമായത്. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ അവധിക്കാലം കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കാനുള്ള തയ്യാറെടുപ്പുകളും നടന്നുവരികയാണ്. ഇതിനിടെയാണ് ചെളിക്കുളമായി മേഖലയിലെ റോഡുകൾ മാറിയത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിലെ ചെളി നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും ശക്തമായ മഴ പെയ്താൽ റോഡിലേക്ക് ചെളി ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് റോഡിലേക്ക് ചെളി ഒഴുകി എത്തുവാൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോർക്കുളം കമ്പിപ്പാലത്ത് ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ വെള്ളം കയറി. തിങ്കളാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ വെള്ളം ആശുപത്രിക്കുള്ളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ആശുപത്രിക്ക് മുൻപിലെ റോഡും വെള്ളത്തിൽ മുങ്ങി. മൃഗാശുപത്രിയിൽ വെള്ളം കയറിയത് മൃഗങ്ങളുമായി ചികിത്സയ്ക്കെത്തിയ കർഷകർക്ക് ബുദ്ധിമുട്ടായി. കപ്പൂർ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കനത്ത മഴയിൽ പെരുമ്പിലാവ് കോടതിപ്പടി കപ്പൂരയിൽ പ്രസന്നയുടെ വീടിനോട് ചേർന്നുള്ള അടുക്കള കിണർ മണ്ണിടിഞ്ഞ് വീണ് ഉപയോഗശൂന്യമായ നിലയിൽ. വീടിന്റെ അടുക്കള ഭാഗത്തിന് അപകട ഭീഷണിയായ വിധത്തിലാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത്. പോർക്കുളത്ത് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. വട്ടേക്കാട്ടയിൽ രാജന്റെ വീടിന് പുറകിലെ കിണറാണ് പൂർണ്ണമായും താഴ്ന്നത്. കിണറിന്റെ ചുറ്റുമതിലും മോട്ടോറും കിണറിൽ അകപ്പെട്ടു. രാത്രി 12 മണിയോടെ വലിയ ശബ്ദത്തിൽ കിണർ ഇടിയുകയായിരുന്നു. വിവരമറിയെ തുടർന്ന് KSEB ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കിണറിലെ വെള്ളം പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഗെയിൽ നിർമ്മാണ അധികൃതരുടെ അനാസ്ഥ. മഴ പെയ്തതോടെ കുന്നംകുളം കീഴൂരിൽ റോഡുകൾ ചളിക്കുളമായി. ഇതോടെ ഈ വഴിയുള്ള യാത്ര ദുസ്സഹമായി മാറി. കീഴൂർ 5-ാം വാർഡ് അമ്പലനട റോഡാണ് ഗെയിൽ നിർമ്മാണ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ചെളി നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിട്ടുള്ളത്. ഗെയിൽ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി കീറിയ റോഡിന്റെ ഒരു വശം വെറും മണ്ണിട്ട് മൂടി യഥാവിധി നവീകരിക്കാത്തത് കാരണം കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ മണ്ണിളകി ഇറങ്ങി റോഡുകളിലെല്ലാം ചെളി കെട്ടിക്കിടക്കുകയാണ്. മണ്ണിട്ട് മൂടിയ റോഡിന്റെ അരികിടിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് വാഹനയാത്രക്കാർക്ക് വൻ ഭീഷണിയാകുന്നു. ചൊവ്വാഴ്ച രാവിലെ ഓട്ടോറിക്ഷയും ബൈക്കുകളും ഇവിടെ അപകടത്തിൽപ്പെടുകയുണ്ടായി. ചെളി നിറഞ്ഞതു കാരണം ഇവിടെ കാൽനടയാത്രയും ദുഷ്കരമാണ്. സമീപ പ്രദേശങ്ങളിൽ ഗെയിൽ നിർമ്മാണം നടത്തിയ റോഡുകളിലെല്ലാം ക്വാറിപ്പൊടിയിട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും കീഴൂരിൽ അത്തരത്തിൽ അധികൃതർ ചെയ്തിരുന്നില്ല. വലിയ അപകടങ്ങൾക്ക് കാത്തുനിൽക്കാതെ മഴ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ റോഡരികിലെ കുഴികൾ നവീകരിക്കണമെന്നും റോഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളി നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും ബന്ധപ്പെട്ട അധികൃതർ ഉടൻ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നലത്തെ മഴയിൽ കംപ്ലീറ്റ് റോഡ് സഞ്ചാരയോഗ്യത ആയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണത്താൽ അത് എന്തെങ്കിലും അധികാരികൾ അതിന് ശ്രദ്ധയിൽപ്പെടുത്തണം. പിന്നെ ഇന്ന് 3 വണ്ടികൾ ഇന്നൊരു മീൻകാരൻ്റെ വണ്ടി വീണു. ഫാമിലി വന്നിട്ട് ഇവിടെ സ്കിഡ് ചെയ്തു. 3 വണ്ടികളായി. ഓട്ടോറിക്ഷ അവിടെ താഴ്ന്നു. ഇവിടെയും മാത്രമല്ല, അവിടെ നിന്ന് ഇവിടെ ഇറക്കം മുഴുവനും പ്രശ്നമായിട്ട് കിടക്കുകയാണ്. അവിടെ ഇതിൻ്റെ അപ്പുറത്തുള്ള ആ ടേണിങ്ങിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഒന്ന് പെട്ടെന്ന് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് അക്കിക്കാവ് ആനക്കല്ല് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ പ്രദേശവാസികൾ ദുരിതത്തിൽ. പെരുമ്പിലാവ് കടങ്ങോട് റോഡിനെയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന ആനക്കല്ല് റോഡാണ് കനത്ത മഴയിൽ വെള്ളത്തിനടിയിലായത്. ഇതോടെ ഇതുവഴിയുള്ള കാൽനട യാത്ര പോലും സാധ്യമല്ലാതായി. കടവലൂർ പഞ്ചായത്ത് അതിർത്തി വരെയുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ടെങ്കിലും കടങ്ങോട് പഞ്ചായത്ത് 1-ാം വാർഡിലുള്ള ഭാഗത്താണ് കുണ്ടും കുഴിയും വെള്ളക്കെട്ടും രൂക്ഷമായത്. 5 വർഷം മുൻപ് ടാറിംഗ് നടത്തിയ റോഡിൽ പിന്നീട് അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തിട്ടില്ല. ബൈപ്പാസ് റോഡിൽ നിന്ന് വരുന്ന വെള്ളവും ആനക്കല്ല് റോഡിലേക്കാണ് ഒഴുകിയെത്തുക. ചെറുതും വലുതുമായി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തിപ്പലശ്ശേരി ഭാഗത്തേക്കുള്ള എളുപ്പവഴി കൂടിയായ റോഡ് അധികൃതർ ഇടപെട്ട് മഴ കനക്കുന്നതിന് മുൻപേ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കനത്ത മഴയിൽ പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ ത്ലാറ്റാക്കുളത്തിന്റെ വശം ഇടിഞ്ഞു താഴ്ന്നു. കുളത്തിനരികിൽ നിന്നിരുന്ന മരങ്ങളും കുളത്തിലേക്ക് വീണു. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളത്തിന്റെ നവീകരണം നടക്കുന്നതിനിടെയാണ് വശമിടിഞ്ഞത്. ഇതോടെ നിർമ്മാണം നിർത്തിവെച്ചു. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ പെരുമ്പിലാവ് സെന്ററിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് നാട്ടുകാർക്കും വ്യാപാരികൾക്കും ദുരിതമാകുന്നു. അശാസ്ത്രീയമായ കാന നിർമ്മാണം മൂലമാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്.
തിങ്കളാഴ്ച രാത്രി 8 മണി മുതൽ ആരംഭിച്ച കനത്ത മഴയെ തുടർന്നാണ് പെരുമ്പിലാവിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായത്. അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളക്കെട്ടിൽ ഇരുചക്രവാഹന യാത്രികർ ഏറെ വലഞ്ഞു. 3 വർഷം മുൻപാണ് ലക്ഷങ്ങൾ മുടക്കി സെന്ററിലെ കാനകൾ പുനർനിർമ്മിച്ചത്. എന്നാൽ മഴവെള്ളം ഒഴുക്കിവിടാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും പൂർണ്ണമല്ല. ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കും ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ മുട്ടോളം വെള്ളം കയറുന്ന സ്ഥിതിയാണ്. വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ കടകളിൽ കയറാൻ മടിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. തൊട്ടടുത്തുള്ള കലുങ്ക് വഴിയാണ് പണ്ട് വെള്ളം ഒഴുക്കിവിട്ടിരുന്നത്. കാന നവീകരണം കഴിഞ്ഞതോടെ കലുങ്കിലേക്കുള്ള വെള്ളമൊഴുക്ക് നിലച്ചു. കാനയുടെ മുകളിൽ സ്ഥാപിച്ച സ്ലാബുകൾ ഇളക്കി മാറ്റി ഉണ്ടാക്കിയ വിടവ് വഴിയാണ് കുറച്ചെങ്കിലും വെള്ളം ഒഴുക്കിവിടുന്നത്. ഈ വിടവുകൾ ഭാവിയിൽ കാൽനട യാത്രികർക്ക് അപകടമുണ്ടാക്കുമെന്ന് നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. PWD, കടവല്ലൂർ പഞ്ചായത്ത് എന്നിവരുടെ ഭാഗത്തുനിന്ന് വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ ആത്മാർത്ഥമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ ചൊവ്വലൂർ പടിയിൽ തോട് വൃത്തിയാക്കാൻ നഗരസഭ കൊണ്ടുവന്ന മണ്ണുമാന്തി യന്ത്രം വെള്ളത്തിൽ മുങ്ങി. കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ 4 ദിവസം മുൻപാണ് യന്ത്രം എത്തിച്ചത്. ഇന്നലെ മുതലാണ് യന്ത്രം തോട്ടിലിറക്കി വൃത്തിയാക്കൽ തുടങ്ങിയത്. എന്നാൽ തിങ്കളാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ യന്ത്രം വെള്ളത്തിലായി. തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെട്ട് പരിസരങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന പ്രദേശമാണിത്. ഇവിടെ പലയിടത്തും കിണറുകൾ ഇടിഞ്ഞു താഴുകയും ചെയ്തിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രം പിന്നീട് വെള്ളക്കെട്ടിൽ നിന്ന് നീക്കി. കാറ്റിലും മഴയിലും കുണ്ടന്നൂർ മുട്ടിക്കൽ നഗറിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന വീട്ടിമരം കടപുഴകി റോഡിലേക്ക് വീണു. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. റോഡിന്റെ വശത്തിലേക്ക് വീണതിനാൽ വലിയ അപകടം ഒഴിവായി. വാർഡ് മെമ്പർ PM സജിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി. സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് റോഡിലുണ്ടായ കുഴി ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് അടച്ചു. ചെളിവെള്ളം നിറഞ്ഞ കുഴിയിൽ ബൈക്കുകൾ മറിയുന്നത് പതിവായിരുന്നു. അപകടം പതിവായതോടെ അഗതിയൂർ റോഡിലെ ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് മണ്ണിട്ട് കുഴി അടയ്ക്കുകയായിരുന്നു. സംസ്ഥാന പാതയിൽ അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗത്ത് റോഡിൽ ഒട്ടേറെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ആധുനിക രീതിയിൽ റോഡ് നവീകരിക്കുന്നതോടെ റോഡിലെ അപകടങ്ങൾ ഒഴിവാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മറ്റു വാർത്തകൾ. ഗുരുവായൂർ താമരയൂർ EMS നഗറിൽ CPM പ്രവർത്തകൻ മാണിക്കത്ത് സിനീഷിനെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 6 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിലാണ് സിനീഷിനെ മാരകമായി ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കോട്ടപ്പടി തുണ്ടത്ത് പറമ്പിൽ 19 വയസ്സുള്ള യദുകൃഷ്ണ, ഇരിങ്ങപ്പുറം മണിഗ്രാമം പൊന്നുപറമ്പിൽ 32 വയസ്സുള്ള വിജിൽ, ശവക്കോട്ട ചാണാശ്ശേരി 23 വയസ്സുള്ള ഉണ്ണിക്കണ്ണൻ, പൂക്കോട് മമ്പറത്ത് 22 വയസ്സുള്ള അഭിജിത്ത്, കോട്ടപ്പടി ചാണാശ്ശേരി 21 വയസ്സുള്ള വിഷ്ണു, ചെമ്മണ്ണൂർ അമ്പലത്ത് വീട്ടിൽ 34 വയസ്സുള്ള മനാഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. താമരയൂർ EMS നഗർ മാണിക്കത്ത് വീട്ടിൽ 38 വയസ്സുള്ള സിനീഷിനെ കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ചുറ്റിക കൊണ്ട് മാരകമായി ആക്രമിക്കുകയായിരുന്നു. തലയോട്ടി അടിച്ചു തകർത്തു. മുഖത്ത് കാര്യമായ പരിക്കുമുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് യദുകൃഷ്ണനും സംഘവും വീടിനു പരിസരത്തെ ഒഴിഞ്ഞ പറമ്പിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതും കൈമാറുന്നതും സിനീഷ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം സിനീഷിന് ആക്രമണ ഭീഷണി നിലനിന്നിരുന്നു. യദുകൃഷ്ണൻ വീട്ടിലെത്തി സിനീഷിനെ പുറത്തേക്ക് വിളിക്കുകയായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് ഒളിച്ചിരുന്ന മറ്റുള്ളവരും കൂടി ഉൾപ്പെട്ട സംഘം ചേർന്ന് ആക്രമിച്ചത്. ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിയെത്തുന്നത് കണ്ട സംഘം ഓടി രക്ഷപ്പെട്ടു. സിനീഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതികളുമായി പോലീസ് സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACPയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ SI U. മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ 2 അപകടം. പന്നിത്തടം അക്കിക്കാവ് റോഡിൽ ബദർപള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് റോഡിലേക്ക് മറിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. വടകരയിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കേച്ചേരിയിൽ നിന്ന് അക്കിക്കാവിലേക്ക് പോയിരുന്ന പിക്കപ്പ് വാൻ കൂമ്പുഴ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട് മറിഞ്ഞു. 2 അപകടങ്ങളിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. CCTVയുടെ നേതൃത്വത്തിൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. 3 പതിറ്റാണ്ട് പിന്നിടുന്ന CCTVയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുടെ സംഗമമാണ് നടത്തിയത്. കുന്നംകുളം വ്യാപാര ഭവൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരസ്യദാതാക്കളുടെ സംഗമം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്തിന്റെ കച്ചവട പെരുമയുടെ മറ്റൊരു അഭിമാനകരമായ സാക്ഷ്യമാണ് CCTV എന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ വിജയകരമായ കൂട്ടായ്മയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഏത് മേഖലയിലെ ആദ്യമായിട്ട് ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുന്നംകുളമാണ്.
അപ്പോൾ കുന്നംകുളത്തിൻ്റെ പ്രത്യേകത ആ ബ്ലഡ് ലൈനിലെ ഒരു ബിസിനസ്സിൻ്റെ ഒരു അംശം അവിടെ കിടക്കുന്നുണ്ട്. ആ ബ്ലഡ് ലൈനിൽ വന്നുകൊണ്ടാണ് ഈ പ്രാന്തപ്രദേശങ്ങളെല്ലാം കുന്നംകുളമായിട്ടുള്ള അറിയപ്പെടുന്നത്. ഇന്ന് പ്രാദേശിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന CCTVയുടെ ഓഫീസ്, അതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഓഫീസാണെന്ന് ഇവിടെ പറയുകയുണ്ടായി. അത് സത്യമാണ്. അപ്പോൾ കുന്നംകുളത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ഇതിൻ്റെ ഏത് മേഖലയിൽ എടുത്താലും ആ മേഖലയിൽ നമുക്ക് കയ്യൊപ്പ് പാർത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ സംരംഭകരുടെ രക്തത്തിൽ തന്നെ കുന്നംകുളത്തിന്റെ കച്ചവട പെരുമയുടെ വിജയകരമായ ജീനുണ്ടെന്നും സത്യസന്ധമായ വാർത്തകളും പ്രാദേശിക വിശേഷങ്ങളും നൽകുന്നതുകൊണ്ടാണ് CCTV പോലെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ജനപ്രീതിയോടെ നിലനിൽക്കുന്നതെന്നും KP സാക്സൺ കൂട്ടിച്ചേർത്തു. വളരെ ഡീപ്പായിട്ട് ഡെപ്ത് ഉണ്ട്. ഞാൻ പതിയെ കൂടുതൽ പഠിക്കാൻ മലങ്കര ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് പരിശീലനം കൊടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് എല്ലാ ഭാഗത്തും എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1 ലക്ഷത്തിൽ പരം വരിക്കാർ ഇപ്പോൾ ഈ മേഖലയിൽ തന്നെ നിൽക്കുന്നു. ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ വീടുകളിൽ ഈ ചാനലിലും കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. സത്യസന്ധമായിട്ടുള്ള ന്യൂസ് കൊടുക്കാനും എന്തുകൊണ്ട് മനസ്സിലായി, ജനങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് അവരെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ സാരഥികളായ കാരണം സാധിക്കുന്നത്. അത് സാധിക്കില്ല. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. കേബിൾ TV ഇൻഡസ്ട്രി ആകെ 30 വർഷത്തെ ചരിത്ര പഴക്കമുള്ളതിന് അങ്ങനെ അതിൻ്റെ ഏതാണ്ട് 24 വർഷക്കാലം ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ കുന്നംകുളത്ത് പോയിട്ടുള്ളതാണ് ഈ സ്ഥാപനം. ഞങ്ങൾക്കൊരു COA എന്ന് പറയുന്ന ഒരു സംഘടനയൊക്കെ ഉണ്ട്. ആ സംഘടനയാണ് ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്തത്. ആ സംഘടനയുടെ ഉത്ഭവം തന്നെ സത്യത്തിൽ അതിൻ്റെ ശരിയായ വളർച്ച കൃത്യമായിട്ട് കിട്ടിയത് കുന്നംകുളത്തുനിന്നാണ്. ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ പണ്ട് നമുക്കൊക്കെ പൊതുവെ പറയുന്നൊരു പേരുണ്ടല്ലോ, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു. ഇന്ത്യയിൽ ഇന്ന് 4ാം സ്ഥാനത്താണ് ഞങ്ങളുടെ ഡിജിറ്റൽ സംവിധാനം ഇന്ത്യയിൽ. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് ഞങ്ങൾ 7ാം സ്ഥാനത്താണ്. റിലയൻസ് പോലെയുള്ള വമ്പന്മാരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഞങ്ങൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ഞങ്ങൾ ഇന്ന് ബ്രോഡ്ബാൻഡ് രംഗത്ത് ഇന്ന് 7ാം സ്ഥാനത്താണ്. കെംടെക് അക്വ മാനേജിംഗ് ഡയറക്ടർ സജിത്ത് ചോളയിൽ, മലയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനറൽ മാനേജർ BC സോളമൻ, പ്രൊഫിൻസ് കോളേജ് മാർക്കറ്റിംഗ് ഹെഡ് MC കൃഷ്ണദാസ്, ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി KM അബൂബക്കർ, ജോയിന്റ് സെക്രട്ടറി AA ഹസൻ, എക്സിക്യൂട്ടീവ് അംഗവും കുന്നംകുളം അർബൻ ബാങ്ക് ഡയറക്ടറുമായ KA അസി, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനേഷ് തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് സ്വാഗതവും ജനറൽ മാനേജർ സിൻഡോ ജോസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിവിധ സ്ഥാപന ഉടമകൾക്കു പുറമെ ചേംബർ പ്രതിനിധികളും CCTV ഡയറക്ടർമാരും സംബന്ധിച്ചു. സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ കുന്നംകുളം നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ ഷീജ ഭരതൻ, PTA പ്രസിഡന്റ് ദിനുദാസ്, ഫെലോഷിപ്പ് അധ്യാപകരായ അനിരുദ്ധ്, ശ്രീരാഗ്, ഹരിപ്രിയ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ സജീവ് മാസ്റ്റർ സ്വാഗതവും റീന ടീച്ചർ നന്ദിയും പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി KSRTC ആരംഭിച്ച CNG ഫില്ലിംഗ് സ്റ്റേഷൻ ഗുരുവായൂരിൽ പ്രവർത്തനം തുടങ്ങി. NK അക്ബർ MLA CNG ഫില്ലിംഗ് സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. IOCL ചീഫ് ജനറൽ മാനേജർ ഗീതിക വർമ്മ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. KSRTC MD PS പ്രമോജ് ശങ്കർ, IOCL റീറ്റെയിൽ ഹെഡ് ഗൗരവ് കുന്ദ്ര, കൗൺസിലർ ശോഭ ഹരിനാരായണൻ, PC ഷാഹു, EP സുരേഷ്, PK സൈദാലിക്കുട്ടി, PI സൈമൺ, M മോഹൻദാസ്, KP രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ KSRTC സ്റ്റാൻഡിലെ പമ്പിൽ ഡീസലിനും പെട്രോളിനും പുറമെ ഇനി CNGയും ലഭ്യമാകും. വർഷങ്ങളായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന ക്ഷേത്രത്തെ കുടുംബക്ഷേത്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിനെതിരെ നാമജപഘോഷയാത്ര. സാമൂതിരി കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകത്തിന്റെ അവകാശത്തിലുള്ളതും വർഷങ്ങളായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിലകൊള്ളുന്നതുമായ വടക്കേക്കോട്ടൂർ ശ്രീ അസുര മഹാകാളം ക്ഷേത്രവും ക്ഷേത്രഭൂമിയും വ്യാജരേഖകളുണ്ടാക്കി തട്ടിയെടുത്ത് കുടുംബക്ഷേത്രമാക്കി മാറ്റുവാൻ സ്വകാര്യ വ്യക്തികൾ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനും പുരോഗതിക്കും നാടിന്റെ ഐശ്വര്യത്തിനുമായി ഭരണസമിതിയുടെയും ഭജനസംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ നാമജപ ഘോഷയാത്ര നടത്തിയത്. ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വടക്കേക്കോട്ടൂർ ഗ്രാമം ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ചു. സെക്രട്ടറി PS സുരേഷ്, ട്രഷറർ KK നിഖിൽ, ഭാരവാഹികളായ T സുധാകരൻ, MK മോഹനൻ, AA ഷിജു, KK അരവിന്ദൻ എന്നിവരടങ്ങിയ ഭരണസമിതിയും ഭജനസംഘം ഭാരവാഹികളും നേതൃത്വം നൽകി.
കടപ്പുറം തൊട്ടാപ്പിലെ വാതക ശ്മശാനം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. പരാതിയുമായി ഡിവൈഎഫ്ഐ കടപ്പുറം മേഖലാ കമ്മിറ്റി രംഗത്ത്. കടപ്പുറം പഞ്ചായത്തിലെ ലൈറ്റ് ഹൌസിനടുത്തായി സ്ഥാപിതമായ വാതക ശ്മശാനം മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. 2018 സ്മൃതിതീരം എന്ന പുതുശ്മശാനം സ്ഥാപിതമായത്. 80 ലക്ഷം രൂപ ചെലവഴിച്ച സ്മൃതിതീരം പ്രവർത്തിക്കാതെ മാസങ്ങളായി പൂട്ടിക്കിടക്കുകയാണ്. കെട്ടിടത്തിന് ചുറ്റും കാട് പിടിക്കുകയും മൃതദേഹങ്ങൾ ദഹിപ്പിക്കുവാനായി നിർമ്മിച്ച സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ മൃതദേഹം വെച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ഇതിനോടകം 4-ലധികം മൃതദേഹങ്ങൾ സംസ്കരിക്കാനാകാതെ മടക്കി അയക്കേണ്ട സാഹചര്യവുമുണ്ടായി. സാധാരണ 3000 രൂപയാണ് ഈടാക്കുന്ന നിരക്ക്. എന്നാൽ ഈ നിരക്ക് കൂടുതലാണെന്നും നിലവിലുള്ള സാങ്കേതികമായുള്ള തടസ്സങ്ങൾ പരിഹരിച്ച് വാതക ശ്മശാനം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമെന്നും നിർധനർക്ക് സേവനം സൗജന്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കടപ്പുറം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് PH മഹറൂഫിന്റെ നേതൃത്വമുള്ള സംഘം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. ചാവക്കാട് പരപ്പിൽ താഴത്ത് അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ തകർക്കാൻ ശ്രമം. കാളിരകത്ത് ദിബിനിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് അജ്ഞാതർ തകർക്കാൻ ശ്രമിച്ചത്. ചൊവ്വാഴ്ച രാവിലെ ഉടമസ്ഥൻ കാർ എടുക്കാൻ എത്തിയപ്പോഴാണ് കാറിന്റെ ബോണറ്റിന് മുൻവശത്തെ ഗ്ലാസിലും കേടുപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതിക്രമം നടത്താൻ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന കല്ലും സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. സ്ഥിരമായ അയൽവാസിയുടെ വീട്ടുമുറ്റത്താണ് ദിബിൻ കാർ നിർത്തിയിടാറുള്ളത്. പുലർച്ചെ 3:30 വീട്ടുമുറ്റത്ത് ആളുകളുടെ ശബ്ദം കേട്ടിരുന്നതായി അയൽവാസികൾ പറയുന്നു. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. പിന്നെ രാവിലെ വണ്ടി എടുക്കാൻ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഇത്ത വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മറുത്തൊരു കല്ല് കിടക്കണ ചേച്ചിയെന്നൊന്ന് പറഞ്ഞ്. അപ്പോൾ വല്ല ടൈല് പൊട്ടിക്കാലും ചെയ്താൽ മരിച്ച്. ഇതൊന്നും അപ്പുറം ശ്രദ്ധിച്ചിട്ടില്ല. മോൻ വണ്ടി എടുക്കാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത്. നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയുക. മതതീവ്രവാദികൾ ചെങ്കോടിയെ തകർക്കാൻ ശ്രമിക്കുന്നതിലൂടെ മാനവികതയുടെ മസ്തകത്തെയും മനുഷ്യത്വത്തിന്റെ തുരുത്തുമാണ് അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ്. അണ്ടത്തോട് സെൻട്രൽ CPM പുന്നൂർക്കുളം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി EK നായനാർ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു വർഗീയവാദികളും SDPIയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം തീവ്രവാദികളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. മാനവ സമൂഹത്തിന്റെ രക്തത്തിനും കണ്ണുനീരിനും വില കൽപ്പിക്കുന്ന ഒരേയൊരു പ്രസ്ഥാനം ചെങ്കോടി പ്രസ്ഥാനമാണെന്നും മത തീവ്രവാദത്തിലേക്ക് മനുഷ്യൻ പോയാൽ അത് സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും അരുതായ്മകൾക്കും അനീതികൾക്കും എതിരായുള്ള പോരാട്ടത്തിന്റെ മുനമടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമ്മയുടെയും ഉമ്മയുടെയും കണ്ണുനീർ തൊട്ടുനോക്കിയാൽ ചെറു ചൂടുണ്ടാകുമെന്നും അതൊരു തുള്ളിയെടുത്ത് നാക്കത്ത് വെച്ചാൽ ഏതു പാർട്ടിക്കാരനും ഏതു മതക്കാരനും ചെറിയ ഉപ്പ് പുളിക്കുമെന്നും പറയാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രസ്ഥാനമേയുള്ളൂ. അത് ഈ ചെങ്കോടി പാർട്ടിയാണ്. ഹിന്ദു തീവ്രവാദികളുടെയും മുസ്ലിം ഭീകരവാദികളുടെയും ലക്ഷ്യം ഈ ചെങ്കോടി പാർട്ടിയാണ്. മാനവികതയുടെ മസ്തകമാണ് അവർ തകർക്കുന്നത്. മനുഷ്യത്വത്തിന്റെ തുരുത്താണവർ തീർത്തു കളയുന്നത് എന്ന ബോധ്യം ഉണ്ടാവണം. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AD ധനീബിന്റെ അധ്യക്ഷതയിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗവും ചാവക്കാട് ഏരിയ സെക്രട്ടറിയുമായ TT ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ കമ്മിറ്റി അംഗവും പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ TV സുരേന്ദ്രൻ, പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ആലത്തയിൽ മൂസ തുടങ്ങിയ ജനപ്രതിനിധികളും CPIM നേതാക്കളും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. ലോക്കൽ കമ്മിറ്റി അംഗം V താജുദ്ദീൻ സ്വാഗതവും MK ബക്കർ നന്ദിയും പറഞ്ഞു. പാർട്ടിയിലേക്ക് കടന്നുവന്ന നവാസ്, ഇക്ബാൽ എന്നിവരെ മാലയിട്ട് സ്വീകരിച്ചു. മുസ്ലിം ലീഗ് മരത്തങ്കോട് മേഖലാ കൺവെൻഷൻ സംസ്ഥാന സമിതി അംഗം EP കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KK സൈഫുദ്ദീന്റെ അധ്യക്ഷതയിൽ കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ മരത്തങ്കോട് സ്കൂളിലെ വിദ്യാർത്ഥികളായ KF ആൻമരിയ, നിയ നസ്രിൻ, ഇരുമ്പപ്പെട്ടി സ്കൂളിലെ ഗൗതം കൃഷ്ണ, BCom പരീക്ഷയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ മുഹമ്മദ് സിനാൻ, മദ്രസ 10ാം ക്ലാസ് പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് നേടിയ മരത്തങ്കോട് നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥി മുഹമ്മദ് സനത്ത് എന്നിവരെ മൊമന്റോ നൽകി അനുമോദിച്ചു. KC മൊയ്തുട്ടി, MS ബഷീർ, ഗഫൂർ കടങ്ങോട്, ഹാമിദ് ദാരിമി, ജുറൈജ് വാഫി തുടങ്ങിയവർ സംസാരിച്ചു. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുവാൻ കോടികൾ ചെലവാക്കി ധൂർത്ത് നടത്തുകയാണെന്ന് ആരോപിച്ച് UDF പ്രതിഷേധം. വിവിധയിടങ്ങളിൽ കരിദിനാചരണം സംഘടിപ്പിച്ചു. കുന്നംകുളത്ത് UDF മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി പാർക്കിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. UDF കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
ജില്ലാ ജനറൽ സെക്രട്ടറി രഘുസ്വാമി, ഘടകകക്ഷി നേതാക്കളായ KP മൊയ്തുട്ടി, MS ബഷീർ, VG അനിൽ, പ്രസാദ് പുലിക്കോടൻ, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയശങ്കർ, കോൺഗ്രസ് കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ സ്വാഗതവും കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നഗരകേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം DCC സെക്രട്ടറി CIET മാത്യു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, INTUC ജില്ലാ സെക്രട്ടറി KV ഗീവർ, കുന്നംകുളം മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു C ബേബി, കൗൺസിലർമാരായ ലബീബ് ഹസൻ, മിനി മോൺസി, ലീല ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. UDF കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണ കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MS ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, ബ്ലോക്ക് സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ, INTUC യൂണിയൻ രക്ഷാധികാരി MPC ജോ, MS അഷ്റഫ്, പ്രഭാകരൻ കല്ലായി, സെലിവേളർക്കാട്, റഫീഖ് ഐനിക്കുന്നത്ത്, INTUC തൊഴിലാളികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. എരുമപ്പെട്ടിയിൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ യോഗം PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ചന്ദ്രപ്രകാശ് ചിടമന, K ഗോവിന്ദൻകുട്ടി, TN നമ്പീശൻ, രഘു കരിയന്നൂർ, NK കബീർ എന്നിവർ സംസാരിച്ചു. MC ഐജു, KR രാധിക, AU മനാഫ്, TH റസാക്ക്, AV ബിജു, ബാലകൃഷ്ണൻ, രഞ്ജിത്ത് മുരിങ്ങത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. സമസ്ത കേരള മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മന്ദലാകുന്ന എടയൂർ മുനീറുൽ ഇസ്ലാം മദ്രസയിൽ ലഹരി വിരുദ്ധ അസംബ്ലി നടത്തി. മദ്രസ ജനറൽ സെക്രട്ടറി അബു കണ്ണാത്തിന്റെ അധ്യക്ഷതയിൽ സ്വദർ മുവല്ലിം നിസാർ ധാരമി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് തഷ്രീഫ് അലി ഷിഹാബ് വിഷയാവതരണം നടത്തി. മദ്രസ ലീഡറും SBS പ്രസിഡന്റുമായ മുഹമ്മദ് നൂമാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മദ്രസ വൈസ് പ്രസിഡന്റ് ഹുസൈൻ എടവീർ, മദ്രസ അധ്യാപകരായ ബാദുഷ ബാക്കവി, റാഫി അൻവരി എന്നിവർ സംസാരിച്ചു. റേഞ്ച് തല ഖുർആൻ പാരായണ മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ TS മുഹമ്മദ് അമനെ മദ്രസ ജോയിന്റ് സെക്രട്ടറി സുലൈമാൻ ഹാജി ആദരിച്ചു. റിയാസ് ഫൈസി സ്വാഗതവും തൻവീർ നന്ദിയും പറഞ്ഞു. ചാവക്കാട് മുനിസിപ്പൽ ഗ്രൗണ്ടിൽ KP വത്സരൻ സ്മാരക സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച 18ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ സിൻസിയർ തൃശൂർ ജേതാക്കളായി. ഫൈനലിൽ പ്ലേ ബോയ്സ് കോഴിക്കോടിനെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് സിൻസിയറിന്റെ കിരീട നേട്ടം. വിജയികൾക്കുള്ള ട്രോഫി CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സമ്മാനിച്ചു. ടൂർണമെന്റിന്റെ ഭാഗമായി നടന്ന പ്രാദേശിക ടീമുകളുടെ മത്സരത്തിൽ റോഡീസ് മണത്തല ജേതാക്കളായി, അർജൻസ് ഗുരുവായൂർ റണ്ണേഴ്സ് അപ്പായി. സമ്മാനദാന ചടങ്ങിൽ TT ശിവദാസൻ, MR രാധാകൃഷ്ണൻ, ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികളായ AH അക്ബർ, മാലിക്കുളം അബ്ബാസ്, PS അശോകൻ, KV രവീന്ദ്രൻ, TM ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 1ാം വാർഡിൽ നടന്ന ഗ്രാമസഭയിൽ നിന്ന് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ 4.5 വർഷമായി വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഗ്രാമസഭാ അംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വാർഡ് മെമ്പർ റീന വർഗീസ്, JHI ജോസഫ്, മുൻ മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ K ഗോവിന്ദൻകുട്ടി എന്നിവർ സംബന്ധിച്ചു. യാതൊരു ഫണ്ടും അനുവദിക്കാതെ വികസന പ്രവർത്തനങ്ങൾക്കോ റോഡ് പണിക്കോ കുടിവെള്ളത്തിനോ യാതൊരു ഫണ്ടും അനുവദിക്കാതെ ഫണ്ട് അനുവദിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാമസഭയിൽ നിന്നും ഈ ജനങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്. കാരണം വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു ഫണ്ടും തന്നിട്ടില്ല. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ അക്കിക്കാവ് പൊറവൂർ കൊല്ലഴിപ്പറമ്പിൽ മോഹനൻ മകൾ സൂര്യഗായത്രിയെ കോൺഗ്രസ് കടവലൂർ പഞ്ചായത്ത് 15ാം വാർഡ് കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി മൊമന്റോ നൽകി ഷാളണിയിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CK സുലൈമാൻ ക്യാഷ് അവാർഡ് നൽകി. മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ശ്രീമതി ടീച്ചർ, ഷാഹിദ സുലൈമാൻ, വാർഡ് മെമ്പർ കുഞ്ഞുമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മെയ് 21 അന്താരാഷ്ട്ര ചായ ദിനം. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ചങ്കരംകുളം മൊതലൂർ സ്വദേശി 42-കാരൻ മണികണ്ഠന്റെ ചായക്കട ഏറെ പ്രസിദ്ധമാണ്. 1 കപ്പ് ചായ ഒരുപാട് സൗഹൃദം എന്നതാണ് മണിയേട്ടന്റെ ചായക്കടയുടെ മുദ്രാവാക്യം. പ്രതിദിനം 100 കണക്കിന് ആളുകൾ എത്തുന്ന മണിയേട്ടന്റെ ആഹാരമേള രാവിലെ 5-ന് തുടങ്ങും. 8,000-ഓളം ഇഡ്ഡലി, 5,600-ഓളം വട, 6,000-ഓളം ചായയും വിൽപ്പന നടത്തുന്നു.
ചായ, വട എന്നിവയ്ക്കാണ് ആവശ്യക്കാർ ഏറെ എത്തുന്നത്. വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഉഴുന്നുമാവ് ഉപയോഗിച്ചാണ് വട ഉണ്ടാക്കുന്നത്. ചായയ്ക്ക് 600 ലിറ്റർ പാൽ വേണം. ചായയുടെ മധുരത്തിനൊപ്പം സ്നേഹവും നൽകുക എന്നതാണ് മണിയേട്ടൻ പഠിപ്പിക്കുന്നത്. ചെറുതായി തുടങ്ങിയ ചായക്കട ഒരു സംരംഭകനായി ഇദ്ദേഹത്തെ മാറ്റി. 2014 ചങ്ങരംകുളം ബസ് സ്റ്റാൻഡിന് സമീപം 4 കസേരയും ഒരു മേശയുമായി ആരംഭിച്ച മണിയേട്ടൻ ഫുഡ് കോർണർ ഇന്ന് ചങ്ങരംകുളം, എടപ്പാൾ, കുന്നംകുളം എന്നിവിടങ്ങളിലായി പടർന്നു പന്തലിച്ചു. അടുത്തു തന്നെ ഗുരുവായൂരിലും സ്ഥാപനം തുടങ്ങാനുള്ള പദ്ധതിയുണ്ട്. 4 സ്ഥാപനങ്ങളിലായി 61 പേർക്കാണ് മണി തൊഴിൽ നൽകുന്നത്. പട്ടാളച്ചിട്ടയോടെ എല്ലാ കടകളിലും വിവിധ സമയങ്ങളിലായി മണിയേട്ടൻ എത്തും. ചങ്ങരംകുളത്ത് രാത്രി 12 വരെയും കുന്നംകുളത്ത് 24 മണിക്കൂറും ചായ ലഭിക്കും. കോക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് ബിരുദവും നേടിയ ഇദ്ദേഹം 2002 പട്ടാളത്തിൽ ചേർന്നു. നീണ്ട 9 വർഷം ജമ്മു കശ്മീരിലായിരുന്നു. ഒതളൂർ തെക്കേപ്പാട്ട് ഗോപിനാഥൻ നായർ, സുഭദ്രാമ എന്നിവരുടെ രണ്ടാമത്തെ മകനാണ് മണികണ്ഠൻ. മറ്റം സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പാലിയേറ്റീവ് ഹോം കെയർ ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനവും പാലിയേറ്റീവ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് മറ്റം കരീസ്മ പാലസിൽ നടക്കും. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഡോക്ടർ ഇ ദിവാകരൻ മുഖ്യാതിഥിയാകും. ജനപ്രതിനിധികൾ, ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രഭാതങ്ങൾ സംഗീത സാന്ദ്രമാക്കാൻ കടവു ചായക്കൂട്ടത്തിന് പുതിയ മ്യൂസിക് സിസ്റ്റം. വെങ്കിടങ്ങ് പഞ്ചായത്തിനെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പുളിക്കക്കടവ് പാലത്തിന് ചുവട്ടിൽ ഒത്തുചേർന്ന് സംഗീത സാന്ദ്രമാക്കുന്ന പാട്ടിന്റെ കൂട്ടുകാരുടെ കൂട്ടായ്മയാണ് കടവു ചായക്കൂട്ടം. ഞായറാഴ്ചകളിലെ പൊൻപുലരിയെ സംഗീതം കൊണ്ടുണർത്തുന്ന ആസ്വാദകരായ കലാകാരന്മാരുടെ കൂട്ടായ്മയ്ക്ക് കൂട്ടായ്മ പ്രതിനിധി കൂടിയായ റഷീദ് ബാവു സമ്മാനിച്ച മ്യൂസിക് സിസ്റ്റം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ആന്റണി, മുഹമ്മദ് ഗസാലി എന്നിവർ ചേർന്നാണ് സമർപ്പിച്ചത്. അഷ്റഫ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പാടൂർ പുളിക്കക്കടവ് പാലത്തിന് സമീപത്തുള്ള ചായക്കടയിൽ ചായയ്ക്കൊപ്പം സംഗീതവും ആസ്വദിക്കുന്നവരുടെ കൂട്ടായ്മ രൂപം കൊണ്ടത് ഏകദേശം 4 വർഷം മുമ്പാണ്. ഒരു കലാകാരൻ നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പാടൂരിലെ കടവു ചായക്കൂട്ടത്തിലെത്തിയാൽ നിങ്ങൾക്കും പാടാനും മറ്റു കലാകാരന്മാരുടെ പാട്ടുകൾ ആസ്വദിക്കാനുമുള്ള അവസരമുണ്ടായിരിക്കും. സോഷ്യൽ മീഡിയയിലൂടെ ഈ കൂട്ടായ്മ വൈറലായതോടെ ഞായറാഴ്ചകളിൽ രാവിലെ മുതൽ ആസ്വാദകരായി പ്രവാസികളും സ്ത്രീകളും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി സംഗീത പ്രേമികളാണ് പുളിക്കക്കടവ് പാലത്തിന് സമീപത്തെ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരുന്നത്. എരനല്ലൂർ ഗ്രൗണ്ട് ബോയ്സ് ക്ലബിന്റെ 11ാം വാർഷികം ആഘോഷിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.ടി. ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ സി തോമസിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി ജെയിംസ് അടക്കളത്തൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി 20-ലേറെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. വൈകിട്ട് യങ് സ്റ്റാർ തിരുവനന്തപുരത്തിന്റെ ബാൻഡ് സെറ്റും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ടായി. ട്രഷറർ റിജോ ചെമ്പശ്ശേരി, ക്ലബ്ബ് ഭാരവാഹികളായ ഡിൻഡോ ഡൊമിനിക്ക, സിബി ദേവസി, മെൻഡോ തോമസ്, ജിൻസൺ പുലിക്കോട്ടിൽ, ബിജോയ് ജേക്കബ് എന്നിവർ സംബന്ധിച്ചു. ആയിരങ്ങളെ ഉത്സവ പ്രതീതിയിലാഴ്ത്തി UAE-യിൽ കുന്നംകുളം പെരുന്നാൾ ആഘോഷം. നാട്ടിലെ പെരുന്നാളിന്റെ അതേ ആവേശം ഒരുക്കിയാണ് പ്രവാസികൾക്കായി പെരുന്നാൾ ആഘോഷം ഒരുക്കിയത്. പഴഞ്ഞക്കാരൻ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ UAE-യിൽ ഇതാദ്യമായി കുന്നംകുളം പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ പ്രവാസികൾ ആവേശത്തോടെ വാദ്യവിരുന്ന് ആഘോഷമാക്കി. നാട്ടിലെ പെരുന്നാളിന്റെ എല്ലാ ചടങ്ങുകളും പുനരാവിഷ്കരിക്കപ്പെട്ട ആഘോഷങ്ങളിൽ ഒരേ സമയം സ്റ്റേജിനു മുന്നിലും പുറത്തുമായി ബാൻഡ് സെറ്റിനും ശിങ്കാരി മേളത്തിനുമൊപ്പം കാണികളായി ആയിരങ്ങളാണ് എത്തിയത്. അജ്മാൻ വിന്നേഴ്സ് ക്ലബ്ബിൽ നടന്ന പ്രഥമ കുന്നംകുളം പെരുന്നാൾ ആഘോഷത്തിന്റെ കൊടിയേറ്റം പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് ഷാജു സൈമൺ നിർവഹിച്ചു. കൊടികയറ്റത്തിനു ശേഷം പെരുന്നാൾ ചടങ്ങുകൾ ആരംഭിച്ചു. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ അകമ്പടിയിൽ പെരുന്നാൾ കൊട്ടിക്കയറ്റം തുടങ്ങിയതിനുശേഷം സ്റ്റേജ് പ്രോഗ്രാമുകൾക്കും തുടക്കമായി. ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്രശസ്ത സിനിമാ താരം ജോജു ജോർജും പത്മശ്രീ IM വിജയൻ, ഗാനരചയിതാവ് ഹരിനാരായണൻ, മുൻ ഇന്ത്യൻ ഫുട്ബോളർ ജോപോൾ അഞ്ചേരി, RJ മിഥുൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. കാണികൾക്ക് ഹരം പകർന്ന് ബാൻഡുവാദ്യം, ശിങ്കാരിമേളം, ഫ്യൂഷൻ, ഡാൻസ്, മാജിക് എന്നിവയും സ്റ്റേജിൽ അരങ്ങേറി.
തുടർന്ന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച IM വിജയനെ വിദേശത്ത് ആദ്യമായി പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ ആദരിച്ചു. പ്രവാസി ജീവിതത്തിൽ 53 വർഷം പിന്നിട്ട പഴഞ്ഞിക്കാരൻ PC സൈമണെ പഴഞ്ഞി പ്രവാസി കൂട്ടായ്മയുടെ സ്നേഹോപഹാരം സമർപ്പിച്ചു. കാണികളിൽ ആവേശം അലയടിപ്പിച്ച UAE-യിലെ പെരുന്നാൾ ആഘോഷത്തിന് ജനറൽ കൺവീനർ ഷാജു സൈമൺ, പെരുന്നാൾ കൺവീനർമാരായ സിലിൻ സൈമൺ, റോഷൻ സൈമൺ, ജിജോ രാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ വർക്കിംഗ് കമ്മിറ്റി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ചാലശ്ശേരി പെരുമണ്ണൂർ യുവതാര കലാകായിക സാംസ്കാരിക വേദിയുടെ 12ാമത് ശിവൻ മെമ്മോറിയൽ സെവൻസ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തിങ്കളാഴ്ച തുടക്കമായി. വാർഡ് മെമ്പർ സരിത വിജയൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ട്രഷറർ റാഫി അധ്യക്ഷനായി. ക്ലബ്ബ് സെക്രട്ടറി വിഷ്ണു, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വേണു കുറുപ്പത്ത്, ബാലൻ പെരുമണ്ണൂർ, KC കുഞ്ഞൻ, CP ചന്ദ്രൻ, വിവേക്, ജംഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. GCC ചാലിശ്ശേരിയും ORPC കേച്ചേരിയും തമ്മിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ നറുക്കെടുപ്പിലൂടെ ORPC കേച്ചേരി വിജയിച്ചു. പ്രണവും പെരുമണ്ണൂരും ഈവനിംഗ് പെരിങ്ങോടും തമ്മിലായിരുന്നു ചൊവ്വാഴ്ചത്തെ മത്സരം. ടൂർണമെന്റിൽ കേരളത്തിലെ പ്രമുഖ ടീമുകളാണ് മത്സരിക്കുന്നത്. ഗുരുവായൂരിൽ സർക്കാരിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കായുള്ള കസ്തൂർബ ബാലിക സദനത്തിൽ സൗജന്യമായി ഹോസ്റ്റൽ താമസം, പഠനോപകരണം, യൂണിഫോം, ഭക്ഷണം എന്നീ സൗകര്യത്തോടെ താമസിച്ച് പഠിക്കുവാൻ 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ രക്ഷിതാവുമൊത്ത് മെയ് 28-ന് പടിഞ്ഞാറ് നടയിലുള്ള സദനത്തിൽ എത്തണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 93 49 14 32 31 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ തസ്ഫിയ ആദർശ സമ്മേളനം നടന്നു. വടക്കേക്കാട് സെന്ററിൽ നടത്തിയ ആദർശ സമ്മേളനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ജമാലുദ്ദീൻ പുന്നേർക്കുളം അധ്യക്ഷത വഹിച്ചു. സച്ചരിതരുടെ പാത എന്ന വിഷയത്തിൽ അൻവർ അബൂബക്കർ വടക്കേക്കാട്ടും, അഹ്ലുസുന്നയുടെ പൊരുൾ എന്ന വിഷയത്തിൽ ഷുഹൈബ് മദീനിയും വിഷയാവതരണം നടത്തി. അനീസുർ റഹ്മാൻ സ്വാഗതവും മുനവർ വടക്കേക്കാട് നന്ദിയും പറഞ്ഞു. SDPI 16ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിയർ കൗൺസിലിംഗ് ആൻഡ് പാരന്റിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കൺവീനറും കുമാരൻപടി ബ്രാഞ്ച് പ്രസിഡന്റുമായ തൗഫീഖ് മാലിക്കുളം അധ്യക്ഷത വഹിച്ചു. കരിയർ ഗൈഡൻസ് ട്രെയിനർമാരായ ജാബിർ സിദ്ദിഖ്, ഷാഹുൽ ഹമീദ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പാർട്ടി ജില്ലാ ട്രഷറർ യഹിയ മന്ദലാകുന്ന് സംസാരിച്ചു. ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കറിയ പൂക്കാട്ട് എന്നിവർ സംബന്ധിച്ചു. പാപ്പാളി ബ്രാഞ്ച് കമ്മിറ്റി പ്രസിഡന്റ് ആഷിഫ് മാലിക്കുളം സ്വാഗതവും സുബേർ മന്ദലാകുന്ന നന്ദിയും പറഞ്ഞു. കേരള കർഷക സംഘം കോട്ടപ്പടി മേഖല മണിഗ്രാമം യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. രാജീവ് മനോജിന്റെ വസതിയിൽ ചേർന്ന സമ്മേളനം കർഷക സംഘം ചാവക്കാട് ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ വൈഷ്ണവ് പ്രദീപ് അധ്യക്ഷനായി. പ്രമിത നന്ദകുമാർ അനുശോചനവും രാജീവ് മനോജ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മികച്ച കർഷകയായ റോസ്ലി തോമസിനെ പൊന്നാട ചാർത്തി ആദരിച്ചു. സമ്മേളന പ്രതിനിധികൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്ത് TB ദയാനന്ദൻ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി NK പ്രദീപ് പ്രസിഡന്റ്, പ്രമിത നന്ദകുമാർ വൈസ് പ്രസിഡന്റ്, രാജീവ് മനോജ് സെക്രട്ടറി, വിജയ ഷാജി ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. LC തോമസ്, NK പ്രദീപ്, VH ഷഹീറ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8710 രൂപ, സ്വർണം പവന് 69,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം ചൊവ്വന്നൂർ പഞ്ചായത്ത് മുൻ മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന CA ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. കാർത്തിയായനി ഭാര്യയും കൃഷ്ണദത്ത്, കൃഷ്ണേന്ദു എന്നിവർ മക്കളുമാണ്.
കടവലൂർ കൊങ്ങണിപ്പറമ്പിൽ പരേതനായ ആലിക്കുട്ടിയുടെ ഭാര്യ ആമിന നിര്യാതയായി. 77 വയസ്സായിരുന്നു. കബറടക്കം കടവലൂർ വടക്കുമുറി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. മുഹമ്മദ് ഷുക്കൂർ, അമീർ, ഹസീന എന്നിവർ മക്കളാണ്. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. പുന്നൂർ പാവിട്ടകുളങ്ങര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പനങ്ങാട്ട് വീട്ടിൽ കണ്ടുണ്ണി നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം മാറ്റുപുറം നിദ്രാലയത്തിൽ നടന്നു. കുഞ്ഞുമോൾ ഭാര്യയും രാധ, ഗിരിജ എന്നിവർ മക്കളുമാണ്. തളി പിലാക്കാട് വടക്കുംകര നാരായണിയമ്മ നിര്യാതയായി. 97 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരം പൊതുശ്മശാനത്തിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ. 4 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പ് മൂലം ദുരിതത്തിലായി ചേലൂർ നിവാസികൾ. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വലിയ തോതിൽ ചെളിയും മണ്ണും ഒഴുകി റോഡിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കും എത്തിയതോടുകൂടിയാണ് മേഖലയിലുള്ളവർ ദുരിതത്തിലായത്. മണ്ണെടുപ്പിന്റെ ദുരിതം പേറി മറ്റം, തിരുവത്ര നിവാസികളും. ഗെയിൽ നിർമ്മാണ അധികൃതരുടെ അനാസ്ഥ. മഴ പെയ്തതോടെ കുന്നംകുളം കീഴൂരിൽ റോഡുകൾ ചളിക്കുളമായി. ഇതോടെ ഈ വഴിയുള്ള യാത്ര ദുസ്സഹമായി. പെരുമ്പലാവ് സെന്ററിൽ വെള്ളക്കെട്ട്. ചൊവ്വലൂർ പടിയിൽ തോട് വൃത്തിയാക്കാൻ നഗരസഭ കൊണ്ടുവന്ന മണ്ണുമാന്തി യന്ത്രം വെള്ളത്തിൽ മുങ്ങി. അഗതിയൂർ ത്ലാറ്റാക്കുളത്തിന്റെ വശം ഇടിഞ്ഞു താഴ്ന്നു. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് ഗുരുവായൂർ താമരയൂർ EMS നഗറിൽ CPM പ്രവർത്തകൻ മാണിക്കത്ത് സിനീഷിനെ ക്രൂരമായി ആക്രമിച്ചു. ചുറ്റിക കൊണ്ടുള്ള ആക്രമണത്തിൽ തലയോട്ടിക്ക് ഗുരുതരമായി ക്ഷതമേറ്റ യുവാവ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. സംഭവത്തിൽ 6 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTVയുടെ നേതൃത്വത്തിൽ നടന്ന ബിസിനസ് മീറ്റ് ശ്രദ്ധേയം. 3 പതിറ്റാണ്ട് പിന്നിടുന്ന CCTVയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. വേലൂർ പാത്രമംഗലത്തെ വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. ബന്ധുവീട്ടിൽ വിരുന്നു വന്ന കുന്നംകുളം ചെറുവത്തൂർ സുനോജിന്റെ മകൻ 15 വയസ്സുള്ള അദ്വൈതാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.